സേന രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ദർ ഷുഡ് ബി നോ ലീവ്സ് അൺടേൺഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഒരു കരിയില പോലും മറിച്ച് നോക്കി അതിനകത്ത് എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സാധനം അതിനകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി അങ്ങനെ ഒരു അൺടേൺഡ് തിരിച്ചു നോക്കാത്ത ഒരു ഇല പോലും അവിടെ ഇല്ലെന്ന് കണ്ടതിന് ശേഷമാണ് ഈ സേനാപ്രവർത്തനം നിർത്തുന്നത്. ഇവിടെ എല്ലാ ഹോപ്പും കഴിഞ്ഞു, ഇനി നമുക്കിവിടെ ഒന്നും കിട്ടാനില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകില്ല. ഏതുവരയ്ക്ക് അവർക്ക് സാറ്റിസ്ഫൈഡ് എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നൊരു സിറ്റുവേഷൻ, അത് ചിലപ്പോൾ ഒരു ദിവസം കൂടെ ആയിരിക്കും. ഇപ്പോൾ ഇന്ന് ഈവനിങ് ഇന്ദ്രപാലൻ എനിക്ക് അയച്ചു തന്നിരുന്ന ഫൈനൽ റിപ്പോർട്ടിൽ ഏകദേശം അവർ ഫൈനൽ റിപ്പോർട്ട് അയച്ചിരിക്കുന്നു. ഇനി ഇത് നാളെ ഈവൻ ഡൈവേഴ്സ്, ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞു കേട്ടു നാളെ ഡൈവേഴ്സ് ഇറങ്ങാൻ സാധിക്കും. ഡൈവേഴ്സ് ഇറങ്ങണമെങ്കിൽ ഇവിടെ എൻ്റെ സബോർഡിനേറ്റ് സാറ് പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം ഹാസ് ടു ബി ദ. ആ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഇറങ്ങുന്ന ഡൈവറിന് കിട്ടേണ്ടതായിട്ടുള്ള സേഫ്റ്റി എല്ലാം നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ ഈ സ്പീഡിൻ്റെ ഒഴുക്ക് ഒരിക്കലും അണ്ടർ 3 നോട്ടിക്കൽ മൈൽസിൽ താഴ്ത്ത് വരാൻ ചുരുങ്ങിയത് ഒരു 2 days or 3 days എടുക്കും. കാരണം ഈ വെള്ളം മുഴുവൻ കടലിലോട്ട് പോയി. ഇപ്പോൾ ഇതൊരു 8 കിലോമീറ്റർ എന്ന്, അല്ലെങ്കിൽ കടലിനടുത്താണെങ്കിൽ ഈ നേരത്തെ സ്കൂബ ഡൈവിങ് അദ്ദേഹം പറഞ്ഞ പോലെ വേലിയേറ്റവും വേലിയിറക്കവും വലിയൊരു പ്രധാന ഘടകമാണ് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒഴുക്കിനെ ഒരു വിധം ബ്രേക്ക് ചെയ്യുന്നത് വേലിയേറ്റം വരുന്ന സമയത്താണ്. വേലി ഇറക്കമാണെങ്കിൽ ഈ ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ നോട്ടിക്കൽ മൈൽ സ്പീഡും കൂടും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം സമയം നോക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ മഴ അവിടെ സ്ലാഷിങ് റെയിൻ എന്നാണ് പറയുന്നത്. കാരണം വെട്ടിമുറിക്കുന്ന മഴയായിട്ടാണ് അവിടെ പെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ. ഇതൊക്കെ ഇവിടുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവില്ല. അവിടെ ചെന്ന് നിന്നാലേ അറിയുള്ളൂ. താഴത്തുള്ള മണ്ണ്, ചളിയും ഇതുമായിട്ട് മൂവ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ. പട്ടാളക്കാരും ഇതുപോലെ തന്നെ അതിനകത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരിക്കലും ഈ ദൗത്യസേന അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരേക്ക് ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കും. ഇറ്റ് ക്യാൻ ബി 1 day, 2 day, 3 day. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹോപ്പും ഇല്ലെന്ന് പറയുന്ന സമയത്ത് അവർ പറയും ഇനി നത്തിങ് ഈസ് ടു റിപ്പോർട്ട്. അതിന് നമുക്ക് കാത്തിരിക്കാം. അതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷന് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് സേനയ്ക്ക് ഇങ്ങനെ ഒരു സമയമില്ല നിങ്ങൾ എത്ര സമയത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ. അവരത് കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ്, അവർ തിരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നവർക്ക് ഗവൺമെൻറ് ഹാസ് ടു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മളെല്ലാവരും അതാണ് ചെയ്യേണ്ടത്. അവർ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്ദ്രപാലിനെ ഇന്നലെ ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഹീ സ്റ്റിൽ ദർ ഓൺലി. ഇവിടെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ നിൽക്കാനുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ദ്രപാലിനായിട്ട് മാത്രമാണ് ടച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഹോപ്പ് ഈസ് ലൈക്ക് ഓക്കെ 1 more day വി വിൽ ചെക്ക് എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാത്രം. ഇനി ബാക്കി സ്കൂബ ഡൈവേഴ്സിൻ്റെ റിപ്പോർട്ട് കിട്ടണം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും റിപ്പോർട്ട് കിട്ടിയിട്ട് എല്ലാവരും പറയാണ് നോ വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് സർ, വി കനോട്ട് എന്ന് പറഞ്ഞാൽ മാത്രം. അപ്പോൾ അത് 11-ാം ദിവസം ആയി, ഇന്ന് 12, 13, 14 ഏതും ആവാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന ദിവസം എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സേന ഈ ദൗത്യം നിർത്തില്ല ഏതുവരെയ്ക്ക് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുള്ളത്. ശരി, അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ